നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. മാറ്റത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരത് മെട്രോ, വന്ദേ ഭാരത് സ്ലീപ്പർ, ബുള്ളറ്റ് ട്രെയിൻ എന്നിങ്ങനെ അടിമുടി മാറുകയാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ആധുനികവൽക്കരണവും ഉയർന്ന ക്ലാസ്സിലെ യാത്രയ്ക്കായുള്ള ട്രെയിനുകളും വർദ്ധിക്കുമ്പോൾ അത് സാധാരണക്കാരനെ പാടെ മറന്നുള്ള വികസനമാണെന്ന ആരോപണം ശക്തമാണ്. മുന്തിയ ഇനം ട്രെയിനുകൾ നിർമ്മിക്കുന്ന തിരക്കിൽ സാധാരണക്കാരെ മറക്കുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണുകയാണ് റെയിൽവേ ഇപ്പോൾ. ജനറൽ ടിക്കറ്റ് എടുത്ത ശേഷം സ്ലീപ്പർ AC കോച്ചുകളിലേക്ക് കയറുന്നതും പ്രീമിയം ട്രെയിനായ വന്ദേ ഭാരതിൽ പോലും ലോക്കൽ ടിക്കറ്റ് എടുത്ത ശേഷം കയറുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് മാറ്റത്തിന് സമയമായെന്ന് റെയിൽവേ തിരിച്ചറിയുന്നത്. കമ്പാർട്ട്മെന്റ് മാറിക്കയറുന്ന സംഭവങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തുന്നത് വർദ്ധിച്ചതോടെ കൂടുതൽ ജനറൽ കോച്ചുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ ഇപ്പോൾ. ദീർഘദൂര ട്രെയിനുകളിൽ സ്ലീപ്പർ ജനറൽ കോച്ചുകൾ കുറച്ച് തേർഡ് AC കോച്ചുകൾ കൂട്ടാനായിരുന്നു നേരത്തെ റെയിൽവേയുടെ പദ്ധതി. എന്നാൽ 2024-25 വർഷത്തിൽ നിർമ്മിക്കുന്ന 6325 LBH കോച്ചുകളിൽ 4075 എണ്ണം സ്ലീപ്പർ ജനറൽ കോച്ചുകളാക്കാനാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം. ജനറൽ ക്ലാസ് കോച്ചുകളുടെ എണ്ണം 1171 നിന്നും 2000 ആക്കും. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല, മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലി എന്നിവിടങ്ങളിലായിരിക്കും പുതിയ കോച്ചുകൾ നിർമ്മിക്കുന്നത്. ഉയർന്ന ക്ലാസ് ടിക്കറ്റുകൾ കൂടുതൽ വിൽക്കുന്നതിനായി അത്തരം കോച്ചുകൾ നിർമ്മിക്കുന്നത് കൂടിയപ്പോൾ ജനറൽ കോച്ചുകൾ നിർമ്മിക്കേണ്ട അത്യാവശ്യം ഒരു വേള റെയിൽവേ മറന്നിരുന്നു. പുതിയ ജനറൽ കോച്ചുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ 18 കോടി യാത്രക്കാരെ രാജ്യവ്യാപകമായി ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന സവിശേഷത. നേരത്തെ ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകളിലുണ്ടായിരുന്ന 4 സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ പതിയെ 2 കുറച്ചു. സെക്കൻഡ് ക്ലാസ് കോച്ചുകളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനൊപ്പം റിസർവ്ഡ് ക്ലാസുകളിലേക്ക് ആളുകൾ തള്ളിക്കയറാനും തുടങ്ങിയത് പ്രശ്നങ്ങൾക്ക് കാരണമായതോടെയാണ് റെയിൽവേ തീരുമാനം മാറ്റിയത്. നിലവിൽ 2 ജനറൽ കോച്ചുള്ള ട്രെയിനുകളിൽ 4 ജനറൽ കോച്ചുകളാക്കി ഉയർത്താനാണ് റെയിൽവേ ആലോചിക്കുന്നത്. ജനറൽ കോച്ചുകളില്ലാത്ത ട്രെയിനുകളിൽ ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.